80 സംവത്സരക്കാലം ഈ ഭൂമിയിൽ അനുഗ്രഹകരമായി കാത്തുപരിപാലിച്ച ദൈവത്തിന് നന്ദി കരയേറ്റുവാനും ഈ സുദിനത്തിൻ്റെ സന്തോഷം പങ്കിടുവാനും നാം ഇവിടെ ഒത്തുചേരുമ്പോൾ ശ്രീ ജോർജ് തരകന്, ബന്ധുജനങ്ങളുടെ പൊന്നച്ചായന്, സഹപ്രവർത്തകരുടെ തരകൻ സാറിന് ഈ ജന്മദിനാഘോഷവേളയിൽ മംഗളാശംസകൾ. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശ്രീ ജോർജ് തരകന് ആശംസകൾ നേരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി കടന്നു വന്നിരിക്കുന്ന സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കുമായി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മധ്യ തിരുവിതാംകൂറിൽ അടൂരിനടുത്ത് വയല എന്ന ഗ്രാമത്തിൽ ഇടത്തുണ്ടിൽ ശ്രീ വർഗീസ് തരകൻ്റെയും ശോശാമ്മ തരകൻ്റെയും 8 മക്കളിൽ 4-മനായി 1944 ജൂൺ മാസം 7-ാം തീയതി ശ്രീ ജോർജ് തരകൻ ഭൂജാതനായി. മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവനും സഹായിയുമായി ദൈവകൃപയിൽ വളർന്നു വന്ന പൊന്നച്ചൻ എന്ന യുവാവ് സ്വദേശത്ത് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സാങ്കേതിക പരിജ്ഞാനവും കരസ്ഥമാക്കുന്നു. മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് 1964 നോർത്ത് ഇന്ത്യയിലേക്ക് യാത്രയാകുന്നു. അന്നു മുതൽ 2004 വരെ നീണ്ടുനിന്ന സംഭവ ബഹുലമായ 40-ൽ അധികം വർഷത്തെ ഉത്തരേന്ത്യൻ വാസം. ഇതിൻ്റെ ഇടയിൽ 1969 ഓഗസ്റ്റ് 31 വലിയകാവെങ്കിൽ VM തോമസിൻ്റെ മകൾ ചിന്നമ്മ എന്ന് വിളിക്കപ്പെടുന്ന VT മറിയാമ്മയെ വിവാഹം കഴിക്കുന്നു. പിന്നീട് അങ്ങോട്ട് മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ സർവീസിലായിരുന്ന പ്രിയ പത്നിയുമായിട്ടുള്ള സന്തോഷഭരിതമായ ജീവിതം. ദൈവം കൂട്ടിയോജിപ്പിച്ച ഈ ദമ്പതികൾക്ക് ദൈവം ദാനമായി 3 മക്കളെ നൽകി: റോയ്, റീന, റംസി. ദൈവാശ്രയബോധവും കഠിനാധ്വാനവും കൈമുതലായ ജോർജ് മറിയാമ്മ ദമ്പതികൾ തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ മികവ് തെളിയിച്ചു. രാജ്നന്ദ്ഗാവ് ജില്ലയിലെ ഖർക്കാര ഡാം പ്രോജക്റ്റിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ശ്രീ ജോർജ് അവിടെ നിന്നും ഇറ്റാർസി തവ ഡാം പ്രോജക്റ്റിൽ നിയമിതനാകുന്നു. ദൈവദത്തമായ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളായ കൃത്യനിഷ്ഠ, ആത്മാർത്ഥത, സത്യസന്ധത, അർപ്പണ മനോഭാവം എന്നീ ഗുണഗണങ്ങളിൽ ആകൃഷ്ടരായ മേലധികാരികൾ അദ്ദേഹത്തെ കൂടുതൽ പ്രാധാന്യമേറിയ നർമ്മദ വാലി ഡാം പ്രോജക്റ്റിലേക്ക് നിയമിക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ഇന്ദിരാസാഗർ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലെ കൃത്യതയാർന്ന പ്രവർത്തന മികവിന് മധ്യപ്രദേശ് സർക്കാർ പ്രശസ്തി പത്രം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഖണ്ഡ്വ ജില്ലയിലെ നർമ്മദ സാഗർ പ്രൊജക്റ്റിലെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം 2004 41 വർഷത്തെ തൻ്റെ ദീർഘമായ ഔദ്യോഗിക ജീവിതം വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കുന്നു. 1965-75 കാലഘട്ടങ്ങളിൽ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് മധ്യപ്രദേശ് ഖണ്ഡ്വ ദേശത്ത് ദേവാലയങ്ങൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഖണ്ഡ്വ സെൻറ്റ് മേരീസ് ലാറ്റിൻ കത്തീഡ്രൽ ഇടവകയിൽ തനിക്കും കുടുംബത്തിനുമുള്ള കൗദാശിക ആത്മീയ ജീവിതത്തിന് തരകൻ സാറ് സാഹചര്യമൊരുക്കി. സെൻറ്റ് മേരീസ് ഖണ്ഡ്വ കത്തീഡ്രൽ ഇടവകയിൽ 15 വർഷത്തിലധികം കാലം ട്രസ്റ്റിയായും ട്രസ്റ്റി അല്ലാത്ത കാലഘട്ടത്തിൽ കമ്മിറ്റി അംഗമായി സേവനനിരതനായ അദ്ദേഹം ഇടവകയ്ക്കും ഇടവക ജനത്തിനും എന്നും ഉപകാരിയും പ്രിയങ്കരനുമായിരുന്നു. വൈദികരോടും സിസ്റ്റേഴ്സിനോടും പ്രത്യേക ആദരവ് കാത്തു സൂക്ഷിച്ചിരുന്ന അദ്ദേഹം ആ കാലത്തെ ഖണ്ഡ്വ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം വിരുതുകുളങ്ങര പിതാവിൻ്റെ
സെയിൻറ്റ് അഗസ്റ്റിൻ സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിനും താമസത്തിനുമായി വിട്ടു നൽകി. ആ കെട്ടിടത്തിൻ്റെ തന്നെ ഒറ്റമുറിയിൽ കഴിഞ്ഞുകൊണ്ട് തൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾ മുടക്കം കൂടാതെ നിർവഹിച്ചു. കത്തോലിക്ക സഭയ്ക്ക് പള്ളിയോ പള്ളിക്കുടമോ ഇല്ലാത്ത നർമ്മദ നഗറിൽ അദ്ദേഹത്തോടൊപ്പം താമസിച്ചുകൊണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ സിസ്റ്റേഴ്സ് അവിടെ സ്കൂൾ, കോൺവെൻറ്റ്, ദേവാലയം ഇവ സ്ഥാപിച്ചു എന്നത് തുടർ ചരിത്രം. സങ്കീർത്തനങ്ങൾ 115:1 ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സംഭവ ബഹുലമായ 41 വർഷത്തെ തൻ്റെ ഔദ്യോഗിക ജീവിതം വിജയകരമായി പൂർത്തീകരിച്ച് 2004 കേശവദാസപുരം ദേവസ്വം ലെയ്നിൽ സ്വന്തമായി ഒരു ഭവനം വാങ്ങി അടൂർ സ്വദേശിയായ നോർത്ത് ഇന്ത്യൻ പ്രവാസി തലസ്ഥാന നഗരിയിൽ സ്ഥിര താമസക്കാരനാകുന്നു. ശ്രീ തരകൻ സാറിന് 3 മക്കൾ എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. മൂത്ത മകൻ ശ്രീ റോയ് തരകൻ US ആസ്ഥാനമായ കാർഗിൽ ഇൻകോർപ്പറേറ്റഡ് എന്ന അമേരിക്കൻ ഗ്ലോബൽ ഫുഡ് കമ്പനിയുടെ ഏഷ്യ പസഫിക് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ റോയ് ഇപ്പോൾ കുടുംബമായി പോർച്ചുഗൽ എന്ന രാജ്യത്ത് താമസിക്കുന്നു. ഭാര്യ ഡോക്ടർ റെനി റോയ് തരകൻ മെഡിക്കൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നു. മക്കൾ റോഹൻ, റിയ, റോഷൽ. റോഹൻ ദുബായിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. മറ്റ് 2 പേരും പഠനം തുടരുന്നു. തൊട്ടടുത്തയാൾ റീന ജോർജ്. പട്ടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി അധ്യാപികയാണ്. ജീവിത പങ്കാളി MMTVയിൽ വർക്ക് ചെയ്യുന്ന ജെയിംസ് ജെ കാട്ടാമ്പള്ളി. 4 മക്കൾ ക്രിസ്റ്റീന, ബെഞ്ചമിൻ, എമാനുവൽ, പീറ്റർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ക്രിസ്റ്റീന ടാറ്റ എലക്സി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മറ്റ് 3 പേരും പഠനം. ഇളയ മകൻ റംസി മാഴ്സ് ഇൻകോർപ്പറേറ്റഡ് കമ്പനിയിൽ റിസർച്ച് സയൻറ്റിസ്റ്റായി ജർമ്മനിയിൽ ജോലി നോക്കവേ ഭാര്യ ഡോക്ടർ നിസി മാത്യുവിന് VSSCയിൽ നിയമനം ലഭിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് വരികയും കുടുംബസമേതം തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഇപ്പോൾ റംസി ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി മുൻപോട്ട് പോകുന്നു. 3 മക്കൾ ജോർജി, ഗ്രേസ്, ജോഷ്വ. 3 പേരും പഠനം. നോർത്ത് ഇന്ത്യയിൽ നിന്നും തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായി മാറിയ തരകൻ സാറ് പട്ടം കത്തീഡ്രൽ ഇടവകയിൽ അംഗത്വം എടുക്കുകയും ഇടവകയുടെ ആത്മീയ ഔദ്യോഗിക മേഖലകളിൽ ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സാധുജന സ്നേഹം, ഉപവിപ്രവർത്തനങ്ങൾ ഇവയോട് സ്വതവേ തൽപരനായ തരകൻ സാറ് സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി, ജീസസ് ഫ്രട്ടേർണിറ്റി, പ്രിസൺ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളിൽ സജീവ അംഗമായി പ്രവർത്തിക്കുന്നു. വട്ടപ്പാറയിലുള്ള ശാന്തി മന്ദിരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിന് സഹായിയായ അദ്ദേഹം അവിടെ രോഗികൾക്കിടയിൽ വചനപ്രഘോഷണവും ആത്മീയ ശുശ്രൂഷകൾക്കും പിന്തുണ നൽകാൻ സമയം കണ്ടെത്തുന്നു. തൻ്റെ വിശുദ്ധ നാട് സന്ദർശനവും നോർത്ത് ഇന്ത്യയിൽ മദർ തെരേസ ഖണ്ഡുവ സന്ദർശിച്ചപ്പോൾ മദറിനോടൊപ്പം ചെലവഴിക്കുവാൻ ലഭിച്ച നിമിഷങ്ങളും എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ മറക്കാൻ ആവാത്ത സന്തോഷഭരിതമായ നിമിഷങ്ങളാണ്. മുടക്കം കൂടാതെ എന്നും പ്രഭാതത്തിൽ വിശുദ്ധ ബലിയർപ്പണത്തോടുകൂടി ആരംഭിക്കുന്ന ഓരോ ദിനവും കൃത്യമായ ടൈം മാനേജ്മെൻറ്റിലൂടെ എല്ലാ കാര്യങ്ങൾക്കും തരകൻ സാർ സമയം കണ്ടെത്തുന്നു. പ്രായത്തിൽ 8 ദശകം പിന്നിടുമ്പോഴും ടെക്നോസാവിയായി കാണപ്പെടുന്ന ഇദ്ദേഹം
പൊതുജന സേവനത്തിന് 2 റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭരണ ചുമതലയും സെൻറ് ജോസഫ് പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനവും വഹിക്കുവാൻ സമയം കണ്ടെത്തുന്നു. ദൈവഭക്തനും കഠിനാധ്വാനിയും കൃത്യനിഷ്ഠയിൽ കണിശക്കാരനുമായ ശ്രീ ജോർജ് തരകൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും വാത്സല്യത്തിൻ്റെ നിറകുടവും പ്രിയപത്നിക്ക് എന്നും താങ്ങായി നിലകൊള്ളുന്ന സ്നേഹഹൃദയത്തിന് ഉടമയുമാണ്. 80ൻ്റെ നിറവിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന തരകൻ സാറിന് പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു. എഫേസസ് 6:2 നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. തൻ്റെ മാതാപിതാക്കളോട് തരകൻ സാർ കാട്ടിയ സ്നേഹവും കരുതലും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദീർഘായുസ്സും നേരുന്നു. We wish you many years ahead with strength, grace and health. Happy birthday once again, our dearest Taragan Sir. Thank you.